ഹലോ ഫ്രണ്ട്സ്, രുചി തേടിയുള്ള ഒരു യാത്രയിലാണ്. നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര. യാത്രകൾ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. അതും ട്രെയിൻ യാത്രയാകുമ്പോൾ ഒന്നുകൂടി ആനന്ദകരമാവും. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള യാത്ര ആ മനസ്സിന് നല്ല കുളിർമയേകുന്ന കാഴ്ചകളാണ്. ആ പച്ചപ്പും പാടങ്ങളും ആ കാട്ടിലൂടെയുള്ള യാത്രയും. 1921 ബ്രിട്ടീഷ് ഭരണകാലത്താണ് നിലമ്പൂർ ഷൊർണൂർ പാത നിർമ്മിച്ചത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഷോർട്ട് റൂട്ടായിട്ടുള്ള പാതയാണ്. 67 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ദൂരം വരുന്നത്. നിലമ്പൂരിൽ നിന്ന് നല്ല തേക്കും തടികളും മറ്റു മരങ്ങളും കടത്താൻ വേണ്ടിയാണ് ഈ പാത നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ വന്നു. ഇറങ്ങിയത് ഒരു മരത്തിന്റെ ചുവട്ടിൽ. മുകളിൽ ഒരുപാട് പക്ഷികൾ കൂടുകൂട്ടിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് പോയിട്ട് 2 മസാല ദോശ ഓർഡർ ചെയ്തു. സത്യം പറയാലോ, പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. ഒരു ആവറേജ് 2 മസാല ദോശ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് മണിയേട്ടന്റെ കട ചെയ്തിട്ടുണ്ട്. പുള്ളി 4 മണിക്കേ കട തുറക്കുള്ളൂ. പിന്നെ ഉള്ളത് കുട്ടേട്ടന്റെ ചായക്കടയാണ്. അത് അത്യാവശ്യം കുറച്ച് നടക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിൻ വരാനുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഒരു ഹോട്ടലിൽ കയറിയതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ 12 രൂപ, ദോശക്ക് 15 രൂപ, അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി പാലക്കാട്ടിലേക്കുള്ള ട്രെയിനിൽ കയറി യാത്ര തുടർന്നു. ട്രെയിനിൽ കയറിയപ്പോൾ കുറച്ച് ദൂരത്തുനിന്നൊരു പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ പാലക്കാട് വന്നിറങ്ങി. നമ്മൾ ആദ്യം പോയത് മദർലാൻഡ് മസാല സോഡ കുടിക്കാനാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ രാജേട്ടൻ്റെ യാക്കരയുള്ള ഒരു കടയിലേക്കാണ്. ഇതിൻ്റെയൊക്കെ ഫുഡ് റിവ്യൂ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ നേരെ പോയത് പാലക്കാടുള്ള ലുലു മാളിലേക്കാണ്. ലുലു മാളിൻ്റെ തൊട്ടടുത്തായിട്ടാട്ടോ വൈറലായ രാജേട്ടൻ്റെ കട വരുന്നത്. നമ്മൾ ലുലുവിൽ കയറണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. എറണാകുളത്തും ട്രിവാൻഡ്രത്തും കോഴിക്കോടുള്ള ലുലു മാളിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാടുള്ള മാളിൽ കൂടി കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുമല്ലോ. ഞാൻ എല്ലാ മാളിൽ കയറി കഴിഞ്ഞാലും അവിടുത്തെ ഫിഷിൻ്റെ ഏരിയയിലേക്കൊന്ന് പോയി നോക്കും. സാൽമനായാലും എല്ലാ തരം ഫിഷും അവിടെ ഉണ്ടാവും. പക്ഷെ എല്ലാം ഐസിട്ട ഫിഷാണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ ഒരു കൗതുകമാണ്. ക്രാബും എല്ലാ തരം ജീവനുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സെക്ഷൻ കഴിഞ്ഞ് നേരെ ഫുഡ് സെക്ഷനിലേക്ക് വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് മോൾക്ക് 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയി. കേരളത്തിലുള്ള മറ്റു ലുലു മാളിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ മാളാണ് കേട്ടോ. ലുലുവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു ബസ് പിടിച്ച് നേരെ വന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിൻ്റെ നേരെ മുന്നിലുള്ള ഒരു ചെറിയൊരു തട്ടുകടയിലേക്കാണ്. ഈ തട്ടുകടയിൽ വളരെ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ കേട്ടോ. വൈകിട്ടാവുമ്പോൾ ദോശ, ചമ്മന്തി, ചട്നി, അതിലേക്ക് ഓംലേറ്റും ഒക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ അസാധ്യ ടേസ്റ്റാട്ടോ. വാഴൻ്റെ ഇലയിൽ നല്ല ഓംലേറ്റും അതുപോലെ ദോശയും ചട്നിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഒരു ഓംലേറ്റ് വീണ്ടും ഓർഡർ ചെയ്തു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെപ്പറൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടെ കഴിക്കാൻ. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങളെടുത്ത് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് രാവിലെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോഴാണ് ഞാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു കാഴ്ച കണ്ടത്. ഒരു ഉരുളിയിൽ നല്ല ചൂട് വെളിച്ചെണ്ണ ഇങ്ങനെ തിളക്കുന്നുണ്ട്. അതിലേക്ക് ഈ ചിപ്സ് ഉണ്ടാക്കുന്ന പഴം വെച്ചിട്ട് ഈ മരത്തിൻ്റെ ഒരു പലകയിൽ ഒരു ബ്ലേഡൊക്കെ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ മറ്റൊരുപാട് പലഹാരങ്ങളുണ്ട്. കോഴിക്കോടൻ അലുവയും ബാക്കിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നാളെ നാട്ടിലെത്തിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.